മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം കർത്താവിന്റെ ആദ്യത്തെ പ്രസംഗമാണ്. അത് തന്നെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അന്നു മുതൽ യോഹന്നാനെ തടവിലായി കഴിഞ്ഞ് ആ സീസൺ കഴിഞ്ഞ് അടുത്തൊരു സീസന്റെ ആരംഭമാണ് യേശു എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം എന്താ? മാനസാന്തരപ്പെടുക. ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് from the time Jesus began to preach and to say repent, എല്ലാവരും പറഞ്ഞു repent. അതിന്റെ അർത്ഥം എന്താ? മെറ്റനോയ, ഗ്രീക്ക് പദം മെറ്റനോയ, ചേഞ്ച് യുവർ വേസ്. നിങ്ങളുടെ വഴികളെ മാറ്റുക. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ ഇറ്റ് cannot be without repentance. മാനസാന്തരപ്പെടാതെ നിങ്ങളുടെ വഴികളെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ സ്വയ ചിന്തകളെ നിങ്ങൾ മാറ്റിവെക്കാതെ, നിങ്ങളുടെ പാപ ജീവിതത്തെ വിട്ടുകളയാതെ you cannot walk with God in his kingdom. ആദ്യത്തെ മെസ്സേജ് ആണ് കർത്താവിന്റെ repent, 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 repent. Change your ways, change your mind, change your thoughts, change your attitudes, change your mindset, change. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യം. യെസ്. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗം. ആദ്യത്തെ പ്രസംഗമാണ്. This is the first message. That's why we preach the kingdom of God. ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്, ദൈവരാജ്യത്തിന്റെ സത്യങ്ങളാണ്, ഉപദേശങ്ങളാണ്, തത്വങ്ങളാണ്, പ്രമാണങ്ങളാണ്. അപ്പോസ്തോലിക ഉപദേശത്തിന്റെ കാതലായിരിക്കുന്ന സെന്റർ പോയിന്റ്, the king and the kingdom of God. രാജാവും രാജ്യവും, the unchanging king and the unshakable kingdom. ഒരിക്കലും മാറാത്ത, ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ യേശു രാജാതി രാജാവും. We preach the king and we preach the kingdom. ഒരിക്കലും ഇളകാത്ത, കുലുകാത്ത, നിത്യമായി നിലനിൽക്കുന്ന ദൈവത്തിന്റെ രാജ്യം. The king and the kingdom. That's our message. We preach the king, we preach his kingdom. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. ഒരു വലിയ പുരുഷാരം യേശുവിന്റെ അടുക്കലേക്ക് വന്ന് മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഈ ആഹ്വാനം കൊടുത്തപ്പോൾ ആ വചനം കേട്ട്, വാക്കുകൾ കേട്ട് യേശുവിന് പിന്നാലെ വന്ന ഒരു വലിയ പുരുഷാരത്തെ നോക്കി കണ്ട് യേശു പർവ്വതത്തിലേക്ക് മലമേൽ കയറി അവിടെ ഇരുന്ന് അവരെ ഉപദേശിക്കുന്ന, അതൊരു പ്രസംഗമല്ലായിരുന്നു, അതൊരു ഉപദേശ ക്ലാസ് ആയിരുന്നു. 3 അധ്യായങ്ങൾ ഒരു ടീച്ചർ ഇരിക്കുന്നത് പോലെ താൻ ഇരുന്നു. യേശു അങ്ങ് ഇരുന്നു. അവർ യേശുവിന്റെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ വലിയ സൗഖ്യങ്ങൾ നടന്നു, വിടുതലുകൾ നടന്നു, മാനസാന്തര പ്രസംഗം കേട്ടു. 10,000 കേട്ടു. യേശുവിന്റെ അടുക്കലേക്ക് വന്നത് എന്റെ സങ്കല്പത്തിൽ ചിലപ്പോൾ 1000 10,000 വചനം വന്നു. പക്ഷെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് മനസ്സാന്തരപ്പെട്ട് ഈ വിളി ലഭിച്ച യേശു മെശിഹാണെന്നും യേശു രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് ആ ശബ്ദത്തിന് ചെവി കൊടുത്ത പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ 3000 പേരല്ല, 10,000 കണക്കിന്, 50,000, 1,00,000 ആൾക്കാരുണ്ടായിരുന്നു. അതിന്റെ മധ്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കും 3000 പേരും അല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അതിന്റെ മധ്യത്തിൽ 3000 ആൾക്കാര് അവർ വചനത്തെ കൈക്കൊണ്ടു. അവരുടെ ഹൃദയം കീറി മുറിഞ്ഞു. ഞങ്ങൾ പാപം ചെയ്തു എന്നൊരു ബോധ്യം വന്നു. സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് യേശു പ്രസംഗിച്ചതുപോലെ പറഞ്ഞു, മാനസാന്തരപ്പെടുക. അങ്ങനെ മാനസാന്തരത്തിന്റെ ഹൃദയത്തോടെ ചേഞ്ച് ചെയ്യുവാൻ, മനോഭാവങ്ങളെ, നമ്മുടെ ആറ്റിറ്റ്യൂഡുകളെ, വഴികളെ, സ്വയചിന്തകളെ അത് ചേഞ്ച് ചെയ്യുവാൻ, അത് മാറ്റുവാൻ, മാറ്റിവെക്കുവാൻ, ആ പഴയ ജീവിതം, പാപജീവിതം, സ്വയജീവിതം മാറ്റിവെച്ചിട്ട് ഒരു കൂട്ടം യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അതിൽ ഒത്തിരി പേരും അപ്പം തിന്നാനും അത്ഭുതം കാണാനും രോഗസൗഖ്യത്തിനും വിടുതലിനും വേണ്ടിയൊക്കെയാണ്. വാസ്തവമായ ദൈവരാജ്യത്തിന്റെ സുവിശേഷവും സത്യവും കണ്ട് ദൈവത്തിന്റെ ഹൃദയം കണ്ടത് ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് കാര്യങ്ങൾ കഠിനമാക്കുമ്പോൾ പതുക്കെ ആൾക്കാർ കർത്താവിൽ നിന്ന് വിട്ടുപോകും. അവസാനം കർത്താവ് ക്രൂശിലേക്ക് പോയപ്പോൾ ശേഷിച്ചത് എത്ര പേരാണ്? ആ ശബ്ദം കേട്ട് എത്ര പേരാണ്? ശിഷ്യന്മാരുടെ ഗണം എത്രയായിരുന്നു? പുരുഷാരം കർത്താവിനോട് കൂടെ നടന്നു. പക്ഷെ അന്ത്യം വരെ കർത്താവിനോട് കൂടെ നിന്ന് ആ ശബ്ദം കേട്ട് വില കൊടുത്ത് എല്ലാം സഹിച്ച് 120 പേര് കർത്താവിന്റെ 3 വർഷക്കാലം ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവിനോട് കൂടെ ആ ശബ്ദത്തിന് വലയിറക്കുവാൻ, വാക്കിന് വില കൊടുക്കുവാൻ തയ്യാറായത്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവസഭയിലും അങ്ങനെയാ. പുരുഷാരം ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരും. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട്, ദൈവം ചെയ്ത നന്മകൾ കണ്ട്, ദൈവം ചെയ്ത വിടുതലുകൾ അനുഭവിച്ച് പുരുഷാരം ദൈവസഭകളിലേക്ക്, എവിടെയും പല സഭകളിലേക്ക്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭമായതേ ഉള്ളൂ. അതല്ല നമ്മുടെ ലക്ഷ്യം, അതല്ല നമ്മുടെ അവസാനം. സൗഖ്യമല്ല നമ്മുടെ അവസാനം, അനുഗ്രഹങ്ങളല്ല നമ്മുടെ അവസാനം, അല്ല 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 വിടുതലുകളല്ല നമ്മുടെ, അതെല്ലാം നമ്മുടെ വഴി യാത്രയിൽ, നമ്മുടെ ജീവിതയാത്രയിൽ അതല്ല നമ്മുടെ ആവശ്യങ്ങൾ. ദാറ്റ്സ് ദ നീഡ്സ്. നമ്മുടെ ഡെസ്റ്റിനി അതല്ല, നമ്മുടെ ലക്ഷ്യം അതല്ല. ഹിസ് കിങ്ഡം, അവന്റെ രാജ്യവും. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദകരമായ യേശുവിനെ പോലെ നാം ആയിത്തീരുന്ന, രൂപാന്തരപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി ദൈവത്തിന്റെ മക്കളും മകനും മകളായി തീരുന്ന ആ ഉന്നത വിളിയാണ്, ആ സ്വർഗീയ വിളിയിലേക്കാണ്. ഹല്ലേലൂയ. അത് സൗഖ്യം നമ്മുടെ ആവശ്യമാണ്, ശാപം മുറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ദാരിദ്ര്യം മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ്, മന്ത്രവാദ കെട്ടുകൾ അഴിയേണ്ടത് ആവശ്യമാണ്, ദേശം വിടുവിക്കപ്പെടുന്നത് നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ലക്ഷ്യം എന്താ? What's our destiny? It's a transformed life.
രൂപാന്തരപ്പെട്ട ഒരു ജീവിതമാണ്. അപ്പോൾ ഈ പുരുഷാരം വന്നിരുന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പ്രസംഗ ശൈലി കർത്താവ് മാറ്റി. എല്ലാവരെയും വിളിച്ചു കയറ്റി കർത്താവ് എന്താ ചെയ്ത്? പിന്നെ കർത്താവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്കുകൾ. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് മലമേൽ കയറി. വലിയ പുരുഷാരം കർത്താവിനെ ചുറ്റി. കർത്താവ് ഇരുന്നു. ശിഷ്യന്മാർ അടുത്തുകൂടി. കർത്താവിന് 12 ശിഷ്യന്മാരും ഈ വചനം കേട്ട് മനസാന്തരപ്പെടുവാൻ തീരുമാനമെടുത്ത, ദൈവശബ്ദം കേൾക്കണം, പഠിപ്പിക്കപ്പെടണം, അങ്ങനെ ഹൃദയവും മനസ്സുള്ളവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നിരുന്നു. കർത്താവിനെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ എന്താ നടക്കുന്നത്? അവിടെ സുവിശേഷ പ്രസംഗമല്ല നടക്കുന്നത്. മാനസാന്തരപ്പെട്ട് വന്ന വ്യക്തികൾ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു ആഹ്വാനം കേട്ട് വന്നിരുന്നപ്പോൾ, മത്തായിയുടെ സുവിശേഷം 5-7 ബാക്കി ദൈവവചനങ്ങളുടെ ഭാഗങ്ങളിലെല്ലാം നമുക്ക് വെളിച്ചം തരുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ എന്താണ്? ഒരു രാജാവുണ്ട്. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ നീതിമാന്മാരായി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്നുള്ളൊരു സുവിശേഷമാണ് നാം കേട്ട് പരിചയിച്ചിരിക്കുന്നത്. പക്ഷെ മാനസാന്തരപ്പെട്ട് കർത്താവ് എങ്ങോട്ടാ വിളിച്ചത് ജനത്തെ? ദൈവരാജ്യത്തിലേക്ക്. നിക്കോദീമസ് കർത്താവിനോട് വന്ന്, കർത്താവെ അങ്ങ് ചെയ്യുന്നത്, ദൈവം അങ്ങയുടെ കൂടെ ഇല്ലെങ്കിൽ ആർക്കും അത് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമസ്, വളരെ പഠിത്തമുള്ള പണ്ഡിതനായ സൻഹെഡ്രിൻ മെമ്പർ, യേശുവിന്റെ അടുക്കൽ വന്ന് കർത്താവിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി, പ്രായമായി സത്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് ഇച്ഛിച്ചു വന്ന ആ മനുഷ്യനോട് നോക്കി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-5 നാം കാണുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഹല്ലേലൂയ, വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തെ കാണുവാനും സത്യത്തിലും വെള്ളത്തിലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും കഴിയുകയില്ല. വീണ്ടും ജനിക്കാതെ. ആ വാക്കൊന്ന് വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ, പുതുതായി വീണ്ടും മനസാന്തരപ്പെട്ട് പാപബോധം വന്ന്, അയ്യോ ഞാൻ പാപിയാണ് എന്നൊരു ബോധം വന്ന്, ദൈവമേ എന്നെ വീണ്ടും ജനിപ്പിക്കണമേ, യേശുവാണ് എന്റെ രക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ വഴിയെ തിരിച്ചറിഞ്ഞ് വാസ്തവമായി മാനസാന്തരപ്പെട്ട് അനുദപിച്ച് പാപത്തിന്റെ വഴി, സ്വയ വഴി, സാധ്യമായിരിക്കുന്ന വഴികൾ വിട്ട്, ദൈവമേ അങ്ങ് എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വഴിയെ ഞാൻ സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയാകുവാനുള്ള ഒരു തീരുമാനത്തേക്കാണ്. Except a man be born again, you cannot see the kingdom of God. 5-ാം വാക്യം. യെസ്. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കണം എന്ന ചോദ്യം നാം മാനസാന്തരപ്പെട്ടോ? വാസ്തവമായി നമുക്ക് നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള അനുതാപം ഉണ്ടായോ? ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് സഭകളിൽ ഒത്തിരി ജനം ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നു. സഭകൾ വലുതാകുമ്പോൾ ഒരു 20-30 ആൾക്കാരാകുമ്പോൾ നമുക്ക് ഓരോരുത്തരെ അറിയാം, അവരുടെ ജീവിതം അറിയാം, അവരുടെ രീതികൾ അറിയാം, അവരുടെ സ്വഭാവം അറിയാം. പക്ഷെ സഭ വളരുമ്പോൾ, ജനം പെരുകുമ്പോൾ പലപ്പോഴും ഒത്തിരി ആൾക്കാര് സഭകളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് പലപ്പോഴും ശുശ്രൂഷന്മാർക്ക്, ദേവദാസന്മാർക്ക് പറയേണ്ടത്, പ്രിയമക്കളെ, നിങ്ങൾ സഭയിൽ വന്നതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന്. നിങ്ങൾ കൈപൊക്കി ആരാധിക്കുന്നു, നൃത്തം ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത്, തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, പുതിയ സൃഷ്ടികളായി. അല്ല, ഇതൊരു അനുഭവമാണ്. ഇത് ഹൃദയത്തിന്റെ ആഴത്തിൽ പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ച്, ഞാനൊരു പാപിയാണ്, അല്ലെങ്കിൽ അപ്പസ്തോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിൽ വന്നു ഇരുന്നു, ഇതിന്റെ മെമ്പറായി, കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ ദൈവം ന്യായം വിധിക്കുമ്പോൾ, കർത്താവ് രണ്ടാമത് വരുമ്പോൾ, നിങ്ങൾ വാസ്തവമായി വീണ്ടും ജനിച്ചില്ല എങ്കിൽ, നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടില്ല എങ്കിൽ, നിങ്ങൾ പാപ വഴികളെ, സ്വയ വഴികളെ വിട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ദൈവരാജ്യത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച്, ദൈവരാജ്യത്തിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചില്ല എങ്കിൽ, പേരുകൊണ്ടൊരു വിശ്വാസിയായിരിക്കാം, പേരുകൊണ്ട് സഭകളുടെ ഫുൾ ഗോസ്പൽ ചർച്ചകളുടെ ഒരു മെമ്പർ ആയിരിക്കാം, but that doesn't guarantee that you be part of his eternal kingdom. നിത്യ രാജ്യത്തിന്റെ ഒരു ഭാഗമായിരിക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. ഒന്ന് അപ്പന്മാർ ഇവിടെ വരുന്നു, ചിലപ്പോൾ മക്കള് നിർബന്ധത്താൽ ഇവിടെ വന്നിരിക്കുന്നതായിരിക്കാം. തിരിച്ചറിയേണ്ടത്, നിക്കോദീമോസോട്, വളരെ പഠിച്ച പണ്ഡിതനോട് കർത്താവ് പറയുക, വീണ്ടും ജനിച്ചില്ല എങ്കിൽ, വാസ്തവമായി മനസാന്തരപ്പെട്ട് ഹൃദയത്തിന്റെ ഞുറുക്കം വന്ന്, യേശുവേ അങ്ങാണ് എന്റെ രക്ഷിതൻ, അങ്ങാണ് എന്റെ രക്ഷിതാവ് മാത്രമല്ല അങ്ങാണ് എന്റെ യജമാനൻ എന്ന് തിരിച്ചറിഞ്ഞ് എന്റെ ജീവിതത്തിന്റെ യജമാനത്വം അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു വന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ടു, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള താൻ തോന്നിയ രീതിയിൽ നടക്കാം. അത് രണ്ടും ചേർന്ന് വരികയില്ല. ഞാനല്ല എന്റെ ജീവിതത്തിന്റെ ചാർജ്. ദൈവമേ, യു ആർ ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. നീയാണ് എന്റെ ജീവിതത്തിന്റെ God, you are the Lord of my life. അങ്ങനെ ജീവിതത്തിന്റെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? മാനസാന്തരപ്പെട്ടു വന്ന ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ, ദൈവരാജ്യത്തിന്റെ ശക്തി പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവരാജ്യം ഭൂമിയിൽ വീണ്ടും സ്ഥാപിതമായി. പണ്ട് തൊട്ട് പ്രവാചകന്മാർ പറഞ്ഞ ആ ശബ്ദത്തിന്റെ നിവൃത്തിയാണ് യേശുവാണ് മെശിഹ എന്ന് തിരിച്ചറിഞ്ഞു.
നമുക്കെല്ലാം അങ്ങനെ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ സഭയിൽ വന്നിരിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, മനസ്സാന്തരപ്പെട്ടു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-8 വരെയുള്ള ഈ ഭാഗങ്ങളിൽ കൂടെ കർത്താവ് പഠിപ്പിച്ചപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് പറഞ്ഞു രാജാവ് വന്നിരിക്കുന്നു, ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ വന്നിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തർ എന്ത് ചെയ്യണം? നിങ്ങളായിരുന്ന അന്ധകാരത്തിന്റെ രാജ്യത്തിൽ, നിങ്ങൾ സ്വയത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, പൈശാചിക രാജ്യത്തിൽ നിന്ന്, അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി നാം തിരിച്ചറിയണം, അവിടെ ഒരു രാജാവുണ്ട്. നിങ്ങൾ ഒരു രാജ്യത്തിന്റെ ഭാഗമാകുകയാണ്. ആ രാജ്യത്തിൽ ഒരു ഭരണമുണ്ട്, ആ രാജ്യത്തിൽ ചട്ടങ്ങളുണ്ട്, ആ രാജ്യത്തിൽ നിയമങ്ങളുണ്ട്, ആ രാജ്യത്തിൽ വ്യവസ്ഥകളുണ്ട്, ആ രാജ്യത്തിൽ സിസ്റ്റം ഉണ്ട്, ആ രാജ്യത്തിന് ഓർഡിനൻസ് ഉണ്ട്, ആ രാജ്യത്തിൽ ഒരു സംസ്കാരമുണ്ട്, ആ രാജ്യത്തിൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. പലപ്പോഴും നാം ബൈബിൾ അല്ലെങ്കിൽ ദൈവവചനത്തെ ഒരു മതഗ്രന്ഥമായിട്ടാണ് നാം കാണുന്നത്. പക്ഷെ ഇത് ഒരു മതഗ്രന്ഥം അല്ല, ഇതൊരു നിയമ പുസ്തകമാണ്. ദിസ് ഈസ് എ ലോ ബുക്ക്. ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കാണിത്. ദൈവരാജ്യത്തിൽ ദൈവം ആരാണെന്ന്, ദൈവത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലോ ബുക്ക്, ഒരു നിയമത്തിന്റെ പുസ്തകമാണ്. അപ്പോൾ കർത്താവിന്റെ സ്നേഹമൊക്കെ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് വന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെയുള്ള ജീവിതം സാധ്യമല്ല. അതിന്റെ അർത്ഥം നമുക്ക് രാജാവിനെയും അവന്റെ രാജ്യത്തെക്കുറിച്ച് ഒരു വെളിച്ചവും വെളിപ്പാട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഇന്നിപ്പോ ഇന്ത്യക്കാര് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ സുപരിതമാണ്. നമുക്ക് നമ്മുടെ രീതികളുണ്ട്, നമ്മുടെ കൾച്ചറുണ്ട്, നമ്മുടെ സ്വഭാവമുണ്ട്, നമ്മുടെ ഇഷ്ടമുണ്ട്. പക്ഷെ നാം അമേരിക്കൻ രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് നിയമിച്ചാക്കിയിരിക്കുന്ന ചട്ടങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്, ഓർഡിനൻസ് ഉണ്ട്, ലോ ഉണ്ട്. ഇവിടെ വണ്ടി നമ്മൾ ഇങ്ങനെ ഓടിക്കും. പക്ഷെ അവിടെ അങ്ങനെ ഓടിച്ചാൽ ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് തുപ്പാം, എവിടെ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ എല്ലാത്തിനും നിയമങ്ങൾ എന്ന് പറയുന്നത് പോലെ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-13 പറയുന്നു, അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? നമ്മളെ ട്രാൻസ്ഫർ ചെയ്ത്, നമ്മളെ വാസ്തവമായി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എങ്ങോട്ട് ആക്കുന്നത്? ദൈവരാജ്യത്തിലേക്ക്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-13 ഒന്ന് വായിക്കാം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കും. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കും. അപ്പോൾ നമ്മൾ എവിടെയാണ് വാസ്തവമായി രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടികളായ നാം ഓരോരുത്തരും എവിടെയാണ്? ദൈവ രാജ്യത്തിൽ. രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭരണമുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ദൈവ രാജ്യത്തിന്റെ, ദൈവത്തിന്റെ ഗവേണൻസിന് കീഴിലാണ് അല്ലെ. പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ബോധ്യമില്ല. ദൈവത്തിന്റെ ഗവേണൻസ് കീഴിൽ, ദൈവത്തിന്റെ നിയമ പരിധിക്ക് അമേരിക്കയിൽ പോകുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ എന്ത് പറ്റും? വലിയ പ്രശ്നമായി എന്ന് പറയുന്ന പോലെ ആണ്. സ്തോത്രം. നാം ദൈവ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് തുറക്കട്ടെ, നമ്മുടെ കണ്ണുകൾ ഒന്ന് തുറക്കട്ടെ. ദൈവമേ, ഞാൻ ദൈവരാജ്യത്തിന്റെ ഒരു പൗരനാണ്, ദൈവരാജ്യത്തിന്റെ ഒരു പൗരനാണ്. ഐ ആം എ സിറ്റിസൺ ഓഫ് ഹിസ് കിങ്ഡം. ഒരു രാജാവിന്റെ പ്രജയാണ് ഞാൻ. അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നാം ജീവിക്കുമോ? ഇല്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ രാജ്യത്തിന്റെ ചട്ടങ്ങൾ, ഇവിടുന്ന് അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത സാബുച്ചാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പോയി എന്ത് ചെയ്യണം? അവിടുത്തെ ചട്ടങ്ങൾ പഠിക്കണം, അവിടുത്തെ ലോ പഠിക്കണം, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കുവാൻ അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഗവൺമെന്റിനോട് നമ്മൾ പ്ലെഡ്ജ് ചെയ്യണം. നമ്മൾ ആ രാജ്യത്തിന് അനിഷ്ടമായിട്ടൊന്നും നാം ചെയ്യുകയില്ല. നമ്മൾ എഴുതി കോൺട്രാക്ട് ഒപ്പിടണം. ഹല്ലേലൂയ. കർത്താവ് ഇരിക്കുക, എഴുന്ന് പഠിപ്പിക്കുക. മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഒരു രാജ്യത്തിലേക്ക്. ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നടന്നു, നിങ്ങളുടെ സ്വയത്തിൽ നടന്നു, നിങ്ങളുടെ വഴികളിൽ നിന്ന് നടന്നു, നിങ്ങളുടെ ചട്ടങ്ങളെ നിങ്ങൾ പ്രമാണിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ സംസാരിച്ചു, ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിലാണ്, ദൈവരാജ്യത്തിന്റെ പ്രജയായി, പൗരന്മാരായി. പിന്നെ അത് മാത്രമല്ല, ദൈവം നമ്മളെ അവന്റെ മക്കളായി, ഈ വലിയ രാജാവിന്റെ മക്കളാക്കി നിങ്ങളെ തീർത്തിരിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ്. അതുകൊണ്ട് മത്തായി സുവിശേഷം 5-8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മാനുഷിക ബുദ്ധി കൊണ്ടോ മനുഷ്യ ശക്തി കൊണ്ടോ ഈ പ്രമാണത്തെ നിവർത്തിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. പലരും ഇത് വായിച്ച് ഇതുപോലെ ആയിത്തീരുവാനുള്ള ശ്രമമാണ്. പക്ഷെ മനുഷ്യന്റെ ശക്തി കൊണ്ടോ മനുഷ്യന്റെ യുക്തി കൊണ്ടോ സ്വയശ്രമം കൊണ്ടോ അല്ല. ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലുള്ള കൽപ്പനകളെക്കാൾ മേന്മേറിയ കൽപ്പനകൾ. മത്തായി സുവിശേഷം 5-ാം അധ്യായം പറയുമ്പോൾ പഴയ നിയമത്തിൽ പണ്ട് പിതാക്കന്മാർ മോശയിൽ കൂടെ പ്രവാചകന്മാർ 5 പ്രാവശ്യം എടുത്ത് പറയുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 21-22. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരുടെ അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പൂർവന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ മോശയിൽ കൂടെ ന്യായപ്രമാണം ദൈവജനത്തിന് കൊടുത്തപ്പോൾ, ഇസ്രായേൽ ജനത്തിന് കൊടുത്തപ്പോൾ പൂർവന്മാർ എന്താ പറഞ്ഞത്? കൊല ചെയ്യരുത്. അതായിരുന്നു പ്രമാണം, അതായിരുന്നു തത്വം, അതായിരുന്നു സിസ്റ്റം, അതായിരുന്നു ഓർഡിനൻസ്. ആ നിയമത്തിന് കീഴിലാണ് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജീവിച്ചത്. പക്ഷെ അതിനെ മാറ്റി അതിന്റെ മേന്മേറിയ ഒരു സിസ്റ്റത്തെ, ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കി അപ്പന്റെ മടിയിലിരുന്ന് അപ്പനെ അറിയാവുന്ന പുത്രൻ എന്ത് ചെയ്തു? രാജാതി രാജാവായിരിക്കുന്ന ദൈവത്തെ അവിടെ പ്രകടിപ്പിക്കുകയാണ്. 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്,
ഒന്ന് ഓർത്ത് നോക്കി, കർത്താവിന്റെ വാക്കുകളുടെ ഗാംഭീര്യം ഒന്ന് ഓർത്ത് നോക്കി. ഇത് സാധാരണ ശാസ്ത്രിമാർ വചനം പഠിപ്പിക്കുന്നവർ സംസാരിക്കുന്ന പോലെയല്ല. ഞാനോ ഞാനോ നിങ്ങളോട് പറയുന്നു. യെസ്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. പഴയ നിയമത്തിലെ സിസ്റ്റത്തിൽ കൊല ചെയ്താൽ, മോശയുടെ 10 കൽപ്പനകൾ അറിയാം, അവിടെ കൊല ചെയ്താൽ എന്ത് പറ്റും? ന്യായവിധി ഉണ്ട്. അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രമാണങ്ങളുണ്ട്. ആരെങ്കിലും കൊല ചെയ്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ ശിക്ഷിക്കണം, ന്യായം വിധിക്കണം എന്നുള്ള പ്രമാണമുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും കഠിനമേറിയ സ്റ്റാൻഡേർഡ് കൂടിയ ദൈവത്തിന്റെ നീതിക്കും ദൈവത്തിന്റെ സ്വഭാവത്തിനും ഈ രാജാവിന്റെ ആ കൾച്ചറിനും നേച്ചറിനും സ്വഭാവത്തിനും ക്യാരക്ടറിനും തുലനമായ സിദ്ധാന്തങ്ങളാണ്, ഉപദേശങ്ങളാണ് ഹല്ലേലൂയ പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തരുന്നത്. ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറന്ന് സ്തോത്രം ഹല്ലേലൂയ. 5 പ്രാവശ്യമാണ് മത്തായിയുടെ സുവിശേഷം ഇങ്ങനെയാണ് പഴയ നിയമത്തിൽ പൂർവികന്മാർ പ്രവാചകൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നു, സഹോദരനോട്, കൂട്ടു സഹോദരനോട്, അല്ലേ? ആ പാഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ ഒന്ന് വായിച്ചാൽ നമുക്കത് കുറച്ചുകൂടി വ്യക്തമായി എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് ഓർത്തോ. അതൊന്ന് വായിക്കുമ്പോൾ എത്ര അധികമാണ്, എത്ര ഗൗരവമാണ്. ദൈവം ന്യായവിധി തുടങ്ങിയാൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കും നിൽക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് എന്താ, നമുക്ക് കൽപ്പനകൾ തന്നിരിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ ഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. മക്കളെ, ഇങ്ങനെയാണ് ദൈവത്തിന്റെ രാജ്യം. ഇതാണ് നിങ്ങളുടെ രാജാവ്. രാജാവായ യേശു കർത്താവ് പിതാവാം രാജാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് അപ്പൻ, ഇതാണ് അപ്പന്റെ സ്റ്റാൻഡേർഡ്, ഇതാണ് അപ്പന്റെ സ്വഭാവം, ഇതാണ് അപ്പന്റെ നേച്ചർ, ഇതാണ് അപ്പന്റെ ക്യാരക്ടർ. ഈ ക്യാരക്ടറും നേച്ചറും ആസ്പദമാക്കി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടുത്തെ നിയമങ്ങൾ, ഇവിടുത്തെ സിസ്റ്റംസ്, ഇവിടുത്തെ ഓർഡിനൻസസ്, ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് സെറ്റ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ഹെവൻലി ഫാദർ. ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാ പുത്രൻ പറയാ, ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാ ഞാൻ. ആ സ്റ്റാൻഡേർഡിലേക്ക് മാനസാന്തരപ്പെട്ട് ഭൂമിയിൽ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഹൃദയം അത് തന്നെയായിരുന്നു. എന്തായിരുന്നു ദൈവത്തിന്റെ ഹൃദയം? സ്വർഗത്തിലുള്ളതുപോലെ ഭൂമിയിൽ ആയിരിക്കണമെന്ന്. പക്ഷെ പ്രതിയോഗിയായി, മത്സരിയായി, മറുതലിപ്പിന്റെ അപ്പനായിരിക്കുന്ന പിശാച് ദൈവം സൃഷ്ടിച്ച അധികാരം കൊടുത്ത് പ്രധാന ദൂതനായി ദൈവം വാഴിച്ചാക്കി വെച്ച ആ പ്രധാന ദൂതൻ തന്നെ അപ്പന്റെ നിയമത്തെ, അപ്പന്റെ ഘടനയെ, അപ്പന്റെ സിസ്റ്റത്തെ പരിശുദ്ധാത്മ വളരെ ആഴമായി ഇട്ടു. ഇതൊന്ന് ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷെ വെളിപ്പാടുകൾ നമുക്കറിയാമല്ലോ, പരിശുദ്ധാത്മാ ഹൃദയത്തിന്റെ ആഴങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ, അജിതേ, സ്വർഗത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയി നടന്നപ്പോൾ, ഊനമില്ലാത്ത, കുറ്റമില്ലാത്ത, കുറവില്ലാത്ത അപ്പൻ വാഴുന്ന ആ രാജ്യത്തിൽ അവിടെ അന്ധകാരമില്ല, പാവമില്ല, അവിടെ മുഖപക്ഷമില്ല, അവിടെ കള്ളത്തരമില്ല. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഏറ്റവും മനോഹരമായി ദൈവം സൃഷ്ടിച്ച, ഏറ്റവും പ്രതീക്ഷയായി ദൈവം സൃഷ്ടിച്ച, ഏറ്റവും ഉന്നത സ്ഥാനം കൊടുത്ത ഒരുവൻ മത്സരിയായി തീർന്നു. ദൈവം സൃഷ്ടിച്ച ദൂതന്മാരുടെ 1/3 തന്റെ സംസാരം കൊണ്ട്, തന്റെ വ്യാപാരം കൊണ്ട് തന്റെ വശത്താക്കിയ മത്സരിയായ, പ്രതിയോഗിയായ, അപവാദിയായ, റിബല്യന്റെ നേതാവായ, റിബൽസിനെ ഉണ്ടാക്കുന്ന ഒരപ്പനാക്കി ലൂസിഫർ ഏറ്റവും മനോഹരമായ വെളിച്ചമായിരിക്കുന്ന വെളിച്ചമായ ദൂതന്മാർ ഭൂമിയിൽ അപ്പന്റെ പ്ലാനിനെ എല്ലാം നശിപ്പിച്ചു. ദൈവം സ്നേഹം വെച്ചിരുന്ന തന്റെ മകനെ, തന്റെ ആദാമിനെ, തന്റെ അവയെ ഏറ്റവും അടുത്ത് എല്ലാ ദിവസവും ഒരുമിച്ച് സംസർഗം ചെയ്തുകൊണ്ടിരുന്ന, സംസാരിച്ചുകൊണ്ടിരുന്ന, കൂട്ടായ്മ കൂടിക്കൊണ്ടിരുന്ന ആ മനുഷ്യനെ, ആ സ്നേഹിക്കുന്ന, ആ സ്നേഹദാതാവായിരിക്കുന്ന അപ്പന്റെ എതിരെ തിരിച്ച് അനുസരണക്കേട് കാണിച്ച് റിബലാക്കി മാറ്റി ഒരു ഭൂമിയിൽ അങ്ങനെയുള്ള ദൈവത്തിന്റെ പദ്ധതികളെ അടച്ചു കളഞ്ഞ ഒരു പ്രവൃത്തി. ഇപ്പോൾ പുത്രൻ വരിക, അപ്പാ ഞാൻ തിരിച്ചു വിളിക്കും. അപ്പന്റെ ഹൃദയത്തിന്റെ സ്വപ്നം ഞാൻ സാധിപ്പിക്കും. അവൻ മത്സരിച്ച് അപ്പനോട് മറുതലിച്ചെങ്കിൽ, അപ്പനെ എതിർത്തെങ്കിൽ, ഞാൻ എന്റെ സമർപ്പണം കൊണ്ട്, എന്റെ താഴ്മ കൊണ്ട്, അങ്ങയുടെ സ്വഭാവമായിരിക്കുന്ന അങ്ങയുടെ മീക്നെസ് കൊണ്ട് ഞാൻ ദൈവരാജ്യത്തെ ഭൂമിയിൽ വീണ്ടും സ്ഥാപിക്കും. അപ്പാ, ഞാൻ അപ്പന് വേണ്ടി മക്കളെ ഉണ്ടാക്കും. എന്റെ യാഗം കൊണ്ട് ഞാൻ മക്കളെ ഉണ്ടാക്കും. അപ്പൻ ആഗ്രഹിക്കുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ അവരെ വളർത്തിയെടുക്കും. എന്റെ യാഗം, എന്റെ സമർപ്പണം, എന്റെ ക്രൂശിലെ മരണം, അതെല്ലാം അതിന്റെ പ്രമാണങ്ങളായി മാറും. നമുക്കതൊന്ന് കാണുവാൻ കഴിയുമോ? യേശു വന്നു, ക്രൂശിൽ യാഗമായി, നമ്മുടെ പാപം മാറി, ശാപം മാറി, നമ്മുടെ രോഗം മാറി എന്നുള്ള ഭാഗമെല്ലാം സത്യമായിരിക്കുമ്പോൾ തന്നെ എന്താ കർത്താവ് ചെയ്ത്? ഒരു രാജാവ് എന്ന് പറയുക, ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളിലേക്ക്, ആ തത്വങ്ങളിലേക്ക്, ആ സ്റ്റാൻഡേർഡുകളിലേക്ക്, ആ സംവിധാനത്തിലേക്ക്, ആ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക്, ആ രാജ്യത്തിലേക്ക്, ആ സംസ്കാരത്തിലേക്ക്, ആ കിങ്ഡം പ്രിൻസിപ്പിൾസിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും. അപ്പോൾ ഒരു രാജാവ് പ്രസ്താവിക്കുന്ന പോലെ യേശു പറയുക, പണ്ട് അങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞെങ്കിൽ, മനുഷ്യപുത്രന്മാരെ എടുത്ത് ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ, ഇതാ ദൈവത്തിന്റെ പുത്രനായ, സ്വന്തം പുത്രനായ യേശു പറയുക, ഞാൻ രാജാവായി വന്ന് ഞാൻ സിസ്റ്റത്തെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. കുറച്ചും കൂടെ അതിന്റെ സ്റ്റാൻഡേർഡ്, എന്റെ അപ്പന്റെ സ്റ്റാൻഡേർഡിന്റെ ആ ലെവലിൽ, എന്റെ അപ്പന്റെ സ്വഭാവം പോലെ, എന്റെ അപ്പന്റെ ക്യാരക്ടർ പോലെ, എന്റെ അപ്പന്റെ നേച്ചർ പോലെ ഞാൻ അതിനെ അപ്ഗ്രേഡ് ചെയ്യാം. ഹല്ലേലൂയ.
ആമേൻ. എന്താണ് ദൈവരാജ്യത്തിന്റെ പ്രമാണം? നമുക്കൊന്ന് വായിക്കാം. കർത്താവ് പറഞ്ഞ ആദ്യത്തെ ഐഷേ ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവരാജ്യം, ഞാൻ വന്നു, എന്റെ യാഗം കൊണ്ട്, എന്റെ സമർപ്പണം കൊണ്ട്, എന്റെ അനുസരണം കൊണ്ട് ഞാൻ വീണ്ടും ദൈവരാജ്യത്തെ സ്ഥാപിക്കും. ആ രാജ്യത്തിന്റെ പ്രമാണം എന്നാണ്? നമുക്കൊന്ന് കേൾക്കാം. യെസ്. ഞാനോ നിന്നോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സ്തോത്രം. നോക്കിയേ, നിന്റെ സഹോദരനോട് നീ കോപം വെച്ച് പുലർത്തിയാൽ, അല്ലേ, നിന്റെ ഹൃദയത്തിൽ നീ കോപം അന്യായമായി, ആവശ്യമില്ലാതെ, കാരണമില്ലാതെ നിന്റെ ഹൃദയത്തിൽ നീ കോപം വെച്ച് പുലർത്തിയാൽ, ദൈവരാജ്യത്തിന്റെ സിസ്റ്റം എന്ത് ചെയ്യും? നിന്നെ അപ്പം ന്യായം വിധിക്കും. ആ സിസ്റ്റം എന്ത് ചെയ്യും? നിന്നെ ന്യായം വിധിക്കും. പിന്നെ ദൈവത്തിന്റെ സ്നേഹവും കരുണയുണ്ട്. എന്താ? മക്കളെല്ലാം ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ ഓടി നടക്കുന്നതുകൊണ്ട് എന്താ? കരുണയാ. അവിടെ എല്ലാം ദീർഘക്ഷമയും കരുണയും സ്നേഹം കാണിക്കുക. പക്ഷെ കാലം അതിന്റെ അവസാനത്തിലേക്ക് വരുന്നു. അവന്റെ രണ്ടാമത്തെ വരവായി പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരെയും തന്റെ പ്രവാചകന്മാരെയും തന്റെ അപ്പോസ്തലന്മാരെയും തട്ടി ഉണർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും തന്റെ സഭയെ ജീവിപ്പിക്കുകയാണ്, ഒരുക്കിയെടുക്കുക. അവിടെ വാട്ടം പോരാ, അവിടെ വാട്ടവും മാലിന്യവും ചുളുക്കവും ഇല്ലാത്ത നിർമ്മലയായ കന്യക പോലെ പരിശുദ്ധിയിൽ തികഞ്ഞവളായി ആ ഹോളി ചർച്ച്, ആ ഹോളി ബ്രൈഡ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിൽ കോപം കൊണ്ട് നടന്നാൽ എന്താ സംഭവിക്കുന്നത്? നീ ന്യായവിധിക്ക്. അടുത്തൊന്ന് വാക്യം. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ? സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, But I am telling you, ഒരു രാജാവ് പ്രസ്താവന. That's king, kingdom citizens. If you hold anger in your heart toward a fellow believer, If you hold anger in your heart toward a fellow believer, you are subject to judgment. You are subject to judgment. And whoever demeans and insults a fellow believer is whoever insults and demeans എന്ന് പറഞ്ഞാൽ നിന്ദിച്ചാൽ, and whoever demeans and insults a fellow believer is answerable to the congregation. is answerable to the congregation. And whoever calls down curses upon a fellow believer is in danger of being sent to a fiery hell. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ സിദ്ധാന്തങ്ങളാണത്, പ്രമാണങ്ങളാണ്. ഇല്ലേ, നമ്മൾ എത്ര എളുപ്പമാണ് നമ്മളങ്ങ് കോപിച്ച് നമ്മൾ എന്തും വായി തോന്നി നമ്മൾ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കോപം, പിണക്കം, ശാഠ്യം, ദുരപമാനം ഒക്കെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ആ രാജ്യത്തിൽ അങ്ങനെയല്ല. ഹൃദയത്തിൽ കോപം കൊണ്ട് നടക്കുവാൻ നമുക്ക് പ്രമാണമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ വ്യക്തിയോട് പറഞ്ഞ് തീർത്ത് നിരപ്പ് പ്രാപിച്ച് അതിനെ സെറ്റിൽ ചെയ്യാനാണ് ദൈവത്തിന്റെ പ്രമാണം. ഒരു വ്യക്തിയെ അപമാനിക്കുവാൻ നമുക്ക് പ്രമാണമില്ല. അപ്പന്മാർ കുഞ്ഞുങ്ങളെ ശാസിക്കുമ്പോൾ അത് അപമാനമായിട്ടൊന്നും എടുക്കരുത്. തെറ്റായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ, കുറച്ച് കർശനമായി പറയുമ്പോൾ അവിടെയും വളരെ വളരെ സൂക്ഷ്മതയോടെ നമ്മളത് ചെയ്യണം. ഡീമീനിങ് ആൻഡ് ഇൻസൾട്ടിങ് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആൻസറബിൾ ആണ്. You're answerable to the congregation. ആ ദൈവരാജ്യത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആ സിസ്റ്റത്തോട് നിങ്ങൾ ആൻസറബിൾ ആണ്. നിങ്ങൾ മൂഢാ, നിസ്സാര. മലയാളത്തിൽ വായിക്കാം. യെസ്. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ? മൂഢാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശപിച്ച് പറയത്തില്ലേ, ശാപവാക്കുകൾ. അത് നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്താ പറഞ്ഞേ? ആ സിസ്റ്റത്തിൽ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം എത്ര ഭയാനകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ പറയുക മാത്രമല്ല, ഇന്ന് നാം കേട്ടതുപോലെ അത് തെറ്റാണെന്ന് ബോധ്യമായിട്ടും ആ പാപത്തിൽ തന്നെ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച്, പ്രമാണങ്ങളെ, ദൈവരാജ്യത്തിന്റെ സിസ്റ്റത്തെ തെറ്റിച്ച്, ദൈവരാജ്യത്തിന്റെ വാക്കുകളും കോൺസ്റ്റിറ്റ്യൂഷനെ തെറ്റിച്ച് നമ്മൾ വീണ്ടും വീണ്ടും മറുതലിക്കുക. നമുക്കെല്ലാം കുറവുള്ളവരാണ്, ഇവിടെ ഉള്ളവരാരും തികഞ്ഞവരല്ല. പക്ഷെ ഈ വാക്കിൽ കർത്താവ് പഠിപ്പിക്കുക, ഇതാണ് സിസ്റ്റം, ഇതാണ് പ്രമാണം, ഇതാണ് ചട്ടം, ഇതാണ് അവിടുത്തെ സംസ്കാരം, ഇതാണ് അവിടുത്തെ കൾച്ചർ, ഇതാണ് അവിടുത്തെ സ്റ്റാൻഡേർഡ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നോട്ട് മത്തായിയുടെ സുവിശേഷം 5-8 വരെയുള്ള ഭാഗം നമ്മൾ വീണ്ടും ഒന്ന് വായിക്കുക. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ? ദൈവരാജ്യത്തിന്റെ ഒരു പൗരനാണ്, ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള പരിശുദ്ധനായ നീതിമാനായ അപ്പന്റെ മക്കളാണ്. ഹല്ലേലൂയ. എന്താ പറയുന്ന? നിസ്സാര ശാപങ്ങൾ വിളിച്ച്, അല്ലെ, അവിടെ എല്ലാം ഈ കാരണമില്ലാതെ പറയുമ്പോൾ നിസ്സാര കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഈ ശാസിക്കുമ്പോൾ അല്ലെങ്കിൽ ശിക്ഷണത്തിൽ കൊണ്ടുവരുമ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ട് നമ്മൾ ചിന്തിക്കരുത്. അപ്പൊ അപ്പന്മാർക്ക് ശിക്ഷിക്കാൻ പാടില്ലേ? അമ്മമാര് അവരെ കറക്റ്റ് ചെയ്യാൻ പാടില്ലേ? അതെല്ലാം ഈ പ്രമാണത്തിലുണ്ട്. പക്ഷെ അതെല്ലാം വളരെ കൃത്യമായി, വളരെ കെയർഫുള്ളായി നാം അത് ചെയ്യണം. നോക്കി ആ വാക്ക് കർത്താവ് പറയുന്നത്, രാജാവ് പറയുക, യു ആർ ഫിറ്റ് ടു ഹെൽ, നരകത്തിന് യോഗ്യമായി തീരും. അങ്ങനെയാണോ നാം ജീവിക്കുന്നത്? ആ ഒരു ഗൗരവത്തോടെയാണോ നാം ജീവിക്കുന്നത്? ആ ഒരു ബോധ്യത്തോടെയാണോ നാം ജീവിക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യം വളരെ സുപരിതമാണ്. ഒത്തിരി പ്രാവശ്യം നമ്മൾ അതിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയോട് പറയാ, ദൈവമക്കളെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി, വിശുദ്ധവും പ്രസാദവുമുള്ള യാഗമായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ ദൈവത്തിന് വാസ്തവമായിട്ടുള്ള ഒരു ആരാധനയായി നിങ്ങൾ സമർപ്പിക്കണം. ഇല്ലേ?
പാപികളായിരുന്നു നാം, പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു നാം, സ്വന്തം വഴികളിൽ നടന്നവരായിരുന്നു നാം, പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു നാം, മർദ്ദലികളായിരുന്നു, മത്സരികളായിരുന്നു. പക്ഷെ അതിന്റെ മധ്യത്തിലാണ് ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് വന്നത്. ദൈവസ്നേഹം നമ്മളിലേക്ക് വെളിപ്പെട്ടത്, ദൈവത്തിന്റെ കരുണ നാം പ്രാപിച്ചത്, ക്രൂശിന്റെ സ്നേഹം നമ്മെ മാടി വിളിച്ചത്, നമ്മുടെ പാപം ക്ഷമിച്ച് നമുക്ക് നിത്യജീവൻ ലഭിച്ചത്, നമ്മൾ പുതിയ സൃഷ്ടികളായി ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമകളായി തീർന്നത്, ദൈവത്തിന്റെ ഹൃദയത്തെ പോലെ അത്ര നിർമ്മലമായ ഒരു ഹൃദയം ദൈവം നമുക്ക് തന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവമാക്കി തന്നു. ദൈവത്തിന്റെ ആത്മാവിനെ പോലെ പരിശുദ്ധിയുള്ള ഒരു ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവമാക്കി തന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ദൈവത്തിന്റെ മനസ്സലിവോട് വെച്ച് നമുക്ക് വേണ്ടി ദൈവം നേടി തന്നിരിക്കുന്ന ഈ രക്ഷയുടെ മഹാത്മ്യം മനസ്സിലാക്കി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി, വിശുദ്ധമായി, വേർതിരിക്കപ്പെട്ട, ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട യാഗമായി നിങ്ങൾ സമർപ്പിക്കണം. ദൈവത്തിന് പ്രസാദമായി, ദൈവത്തിന്റെ പ്രസാദം വേണം, നിങ്ങളുടെ ജീവിതം പ്രസാദം വേണം. അത്ര വലിയ ഒരു യാഗമാണ് ദൈവം, ഒരു വലിയ വലിയ പ്രവൃത്തിയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വാക്യം പറയുന്നു, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ. ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ വായി വരുന്നത് നമുക്ക് പറയാം, തോന്നിയതുപോലെ ജീവിക്കാം, മത്സരിക്കാം, മർദ്ദലിക്കാം, ശാഠ്യത്തിൽ ജീവിക്കാം, ദൂഷണം പറയാം, കള്ളത്തരം കാണിക്കാം, കപടഭക്തി കാണിക്കാം, എന്ത് ചെയ്യാം. ഈ ലോകത്തോട് അനുരൂപനാകാതെ മനസ്സ് പുതുക്കി, മനസ്സ് പുതുക്കി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തിന്റെ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാനുള്ള സകലതും ദൈവം നിങ്ങളുടെ ഉള്ളിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റം നിങ്ങളുടെ ഉള്ളിൽ ദൈവം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനെ വീണ്ടും ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഹൃദയം നിങ്ങൾക്ക് തന്നു, അങ്ങനെ ഒരു ആത്മാവിനെ നിങ്ങളിൽ ദൈവം ജീവിപ്പിച്ചു. അത് പോരാത്തതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ ചട്ടങ്ങളെ, ദൈവരാജ്യത്തിന്റെ തത്വങ്ങളെ, ആ പ്രമാണങ്ങളെ, ആ വചനത്തെ, ആ സംസ്കാരത്തെ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ ലോകത്തോട് അനുരൂപരാകാതെ. ഒന്ന് പറയാമോ? ഈ ലോകത്തോട് അനുരൂപരാകാതെ. Not being conformed to this world and world system and world's priorities. ഇന്ന് സഭയിൽ എന്താ? ലോകത്തിലെ സ്റ്റാൻഡേർഡുകളാണ് സഭയുടെ സ്റ്റാൻഡേർഡായി മാറിയിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഹീറോസ് ആണ് സഭയുടെ ഹീറോസ്. അതാണ് പലപ്പോഴും ഇന്ന് ലോകത്തിലെ ഡ്രസ്സിംഗ് ആണ് സഭയുടെ ഡ്രസ്സിംഗ് ആയി മാറിയിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ വാക്കാണ് നോ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, do not be conformed to the world. ഈ ലോകത്തോട്, ഈ ലോകത്തിന്റെ സിസ്റ്റത്തോട് കൺഫോംഡ് ആകാതെ എന്ന് പറഞ്ഞ മനസ്സ് പുതുക്കി, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കണം. എത്ര പേര് പറയും, ഞാൻ എന്നെ ഏൽപ്പിക്കും? എത്ര പേര് പറയും, യേശുവേ ഞാൻ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് തന്ന വെളിച്ചത്തിനായ, ബോധ്യത്തിനായി ഞാൻ നന്ദി പറയും. ഞാനൊരു വലിയ രാജ്യത്തിന്റെ ഭാഗമാണെന്നും ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്നും ഈ രാജ്യത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും ഉപദേശങ്ങളും കർത്താവേ എന്നിലേക്ക് അങ്ങ് വീണ്ടും പ്രകാശിപ്പിച്ചതിനായി സ്തോത്രം. പരിശുദ്ധനായ, കളങ്കമില്ലാത്ത, ഊനമില്ലാത്ത, കപടതയില്ലാത്ത, കള്ളത്തരമില്ലാത്ത വെളിച്ചമായിരിക്കുന്ന അപ്പന്റെ മക്കളായി നാം വിളങ്ങേണ്ടതിന് ദൈവമക്കളെ കരങ്ങളെ ഒന്ന് ഉയർത്തി പറയാം, ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു. അതെ, മാനസാന്തരത്തിന്റെ ഹൃദയമില്ലാതെ, തകർന്നും ഞുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിന്റെ ഉടമകളാകാതെ നമുക്ക് ദൈവത്തോടു കൂടി നടക്കുവാൻ കഴിയുകയില്ല. ആ സ്നേഹത്തിന്റെ ആഴം അനുഭവിക്കുവാൻ കഴിയുകയില്ല. അവന്റെ കാര്യത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് കാണാം, അനുഭവിക്കാം. സ്വല്പ അനുഗ്രഹങ്ങൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് അനുവദിക്കാം, ആസ്വദിക്കാം. പക്ഷെ അവന്റെ മുഖം കാണണമെങ്കിൽ, അവന്റെ മഹത്വം ദർശിക്കണമെങ്കിൽ, അവന്റെ ആഴമായ സാന്നിധ്യം നമ്മോട് കൂടെ നടക്കണമെങ്കിൽ, അവന്റെ സാന്നിധ്യത്തെ ചുമക്കുന്നവരായി നാം വിളങ്ങണമെങ്കിൽ, നമ്മുടെ വാക്കിൽ സ്വർഗം ചലിക്കണമെങ്കിൽ, നമ്മുടെ ശബ്ദത്തിൽ ആത്മാവ് മൂവ് ചെയ്യണമെങ്കിൽ അതിനൊരു വിലയുണ്ട്. ഇത്ര പേര് പകൽക്കാലം പറയും, ഞാൻ മാനസാന്തരപ്പെടുന്നു കർത്താവേ. അങ്ങയുടെ വചനത്തിന് മുമ്പാകെ, അങ്ങയുടെ പ്രമാണങ്ങൾക്ക് മുമ്പാകെ, അങ്ങയുടെ ശബ്ദത്തിന് മുമ്പാകെ കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിയായി, ഒരു മത്സരിയായി, ഒരു മർദ്ദലിയായി, ശാഠ്യമുള്ള ഒരു വ്യക്തിയായി, ഒരു കപടഭക്തിക്കാരനെ പോലെ അല്ല, ഊനമില്ലാത്തൊരു വ്യക്തിയായി, നിഷ്കളങ്കനായ. Come on, I want to be holy, a man of pure heart and clean heart.
man of your heart. A man of pure heart. A man of pure heart. ശുദ്ധിയുള്ളൊരു ഹൃദയവും ശുദ്ധിയുള്ള വിശുദ്ധിയുള്ള കാര്യങ്ങൾ. വിശുദ്ധിയുള്ള കാര്യങ്ങൾ. ആ Just